ഈ ഹിജാബ് വിഷയത്തിൽ നല്ല കാലക്കൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ ചെയ്താച്ചാൽ മതി. അതായത് യൂണിഫോമിൻ്റെ കൂടത്തിൽ ഇവർക്ക് ഹിജാബ് ധരിക്കണം എന്നുള്ളതാണല്ലോ. ഒറ്റ പരിപാടി ചെയ്താൽ മതി. ഇതങ്ങ് സമ്മതിച്ചു കൊടുക്കണം. അപ്പം ഇത് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവർ വരും, ബുർഖ ധരിക്കണം എന്നും പറഞ്ഞ് വരും. നമ്മുടെ മൊത്തം മൂടി കണ്ണ് മാത്രം കാണാവുന്ന രീതിയിലുള്ള സാധനം ഉണ്ടല്ലോ, ബുർഖ എന്നല്ല അതിൻ്റെ പേര്, അത് ധരിക്കണം എന്ന് പറയും. അപ്പോൾ അതും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കണം. പിന്നെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് മാത്രം ഇടാൻ പറ്റുള്ളൂ അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ, എല്ലാവരും അങ്ങ് ഇട്ടാക്കണം. മനസ്സിലായി? സ്കൂളുകളിൽ മാത്രമല്ല, നമ്മളെപ്പോലുള്ള ആൾക്കാരും പൊതുസ്ഥലത്തും എല്ലാവരും ഈ ബുർഖ അങ്ങ് ഉപയോഗിച്ചേക്കണം. ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എല്ലാവരും ഉപയോഗിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന നേട്ടം എന്നാന്ന് വെച്ചാൽ, സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ ഇനി അഥവാ എക്സാമിനൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ വേറൊരാൾക്ക് വേണമെങ്കിൽ കയറി ഇന്ന് എക്സാം എഴുതാം. ആരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാനാണ്? പിന്നെ പൊതുസ്ഥലത്താണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് മറിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അങ്ങ് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അവസാനം വരുമ്പോൾ ഗവൺമെൻറ് ഈ സാധനം അങ്ങോട്ട് നിരോധിക്കും. ഇങ്ങനെയുള്ള സാധനമൊന്നും ആരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമം വരും. അങ്ങനെയേ നടക്കത്തുള്ളൂ. അല്ലാതെ കണ്ട് ഇതിനെതിരെ കടന്ന് പ്രതിഷേധിച്ചിട്ടോ ഇവിടെ കടന്ന് കുറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നിട്ടോ ഒരു കാര്യമില്ല. അവർക്കിടാമെങ്കിൽ നമുക്ക് ഇടാം. അങ്ങോട്ട് ഇട്ട് നടന്നേക്കണമെന്നേ. ലോകത്തുള്ള സകല ആൾക്കാരുണ്ട്, ആരും ആരെയും തിരിച്ചറിയണ്ട. മനസ്സിലായോ? എന്നാ സുഖമായിരിക്കും. ആഹാ, സുന്ദരമായ ലോകം. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട, ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്തേക്കാം. ഓക്കെ. എടാ രാജേഷ്, വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തുകൂടെ? അതിനൊക്കെ നമ്മൾ ഇക്കാക്കാനെ കണ്ടുപിടി. എനിക്കറിഞ്ഞൂടാ. നോക്കണ്ടല്ലേ ആളെ പറയാൻ പറ്റും.